എല്ലാവർക്കും ടോപ്പ് 20 PSC ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് കേരള PSC ആവർത്തിച്ച് ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ആവർത്തന ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. സംവരണേതര സമുദായങ്ങൾക്കുള്ള സാമ്പത്തിക സംവരണത്തിലുള്ള മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് ജസ്റ്റിസ് കെ ശ്രീധരൻ നായർ കമ്മിറ്റി. ഖേലോ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ മികവിൻ്റെ കേന്ദ്രമായി കായിക മന്ത്രാലയം തിരഞ്ഞെടുത്ത കേരളത്തിലെ സ്ഥാപനമാണ് GV രാജ സ്പോർട്സ് സ്കൂൾ, തിരുവനന്തപുരം. കേരള സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ലയാണ് കാസർഗോഡ്. അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പരിരക്ഷ. അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പരിരക്ഷ. ഒരു വസ്തുവിന് മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തിയാണ് ബലം. സൗരയൂഥം പിന്നിട്ട ആദ്യ മനുഷ്യനിർമ്മിത പേടകമാണ് വോയേജർ 1. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥയാണ് പ്ലാസ്മ. ഊർജം അളക്കുന്നതിനുള്ള യൂണിറ്റാണ് ജൂൾ. തുല്യ സമയത്തിൽ തുല്യദൂരം സഞ്ചരിക്കുന്ന ചലനമാണ് ഇതൊന്നുമല്ല. സമചലനം, സമമന്ദീകരണ ചലനം, അസമചലനം ഇതൊന്നുമല്ല ഉത്തരം. തുല്യ സമയത്തിൽ തുല്യദൂരം സഞ്ചരിക്കുന്ന ചലനമാണ് ഇതൊന്നുമല്ല ഉത്തരം. തോറിയത്തിൻ്റെ അയിരാണ് മോണോസൈറ്റ്. മാസ് നമ്പർ 2 ഉള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകമാണ് ഓക്സിജൻ. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണമാണ് സോപ്പ്. തോറിയത്തിൻ്റെ അയിരാണ് മോണോസൈറ്റ്. മാസ് നമ്പർ 2 ഉള്ള ഹൈഡ്രജൻ ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകമാണ് ഓക്സിജൻ. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണമാണ് സോപ്പ്. ലവണമാണ് സോപ്പ്. സെഹത് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ചതെന്ന് 2015 ഓഗസ്റ്റ് 25. റേച്ചൽ കഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയമാണ് DDT. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. റേച്ചൽ കഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയമാണ് DDT. സെഹത് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച വർഷമാണ് 2015 ഓഗസ്റ്റ് 25. സെഹത്ത് ആരംഭിക്കുന്നത്. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് സെറിബെല്ലം. പേശിയെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകമാണ് ജീവകം C. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ H എന്നറിയപ്പെടുന്നത് ഏതാണ്? ബയോട്ടിൻ. ബയോട്ടിനാണ്. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകമാണ് ജീവകം C. പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് സെറിബെല്ലമാണ്. പേശികളെക്കുറിച്ചുള്ള പഠനം മയോളജി. മൂത്രത്തിലൂടെ വിസർജിക്കുന്ന ജീവകമാണ് ജീവകം C. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവമാണ് ശ്വാസകോശം. രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് വില്യം ഹാർവി. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ. രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് വില്യം ഹാർവിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവമാണ് ശ്വാസകോശം. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണമാണ് 32. ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാന കാരണമാണ് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. കുണ്ട്ര വിളംബരം നടന്നതെന്ന് 1809 ജനുവരി 11. ചാന്നാ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയതെന്ന് 1859 ജൂലൈ 26. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണമാണ് 32. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. കുണ്ട്ര വിളംബരം നടന്നതെന്ന് 1809 ജനുവരി 11. ചാന്നാ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയതെന്ന് 1859 ജൂലൈ 29. 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഇന്ദിരാഗാന്ധി. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമി. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. വെള്ളയമ്പലത്ത് അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. അയ്യങ്കാളി ജനിച്ച ദിവസമാണ് 1863 ഓഗസ്റ്റ് 28. സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. അക്കമ്മ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് R. പാർവതി
ദേവി. ആഗമാനന്ദ സ്വാമികൾ അന്തരിച്ച വർഷമാണ് 1961. ആഗമാനന്ദ സ്വാമികൾ അന്തരിച്ച വർഷം 1961. അക്കമ്മ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് ആർ പാർവതി ദേവി. സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. അയ്യങ്കാളി ജനിച്ച ദിവസമാണ് 1863 ഓഗസ്റ്റ് 28. ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷിയാണ് 780 മെഗാവാട്ട്. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷിയാണ് 780 മെഗാവാട്ട്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 85 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് കൊച്ചി ദോണ്ടി പോയിന്റ്. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 85 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് കൊച്ചി ടോണ്ടി പോയിന്റ്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷിയാണ് 780 മെഗാവാട്ട്. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശമാണ് ചിന്നാർ, ഇടുക്കി. കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് എപ്പോൾ? ഡിസംബർ, ഫെബ്രുവരി. പക്ഷിപാതാളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട് ജില്ലയിലാണ് പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി അല്ലെങ്കിൽ ഡാറാസ് മെയിൽ ആലപ്പുഴയിൽ സ്ഥാപിതമായത് ഏത് വർഷത്തിലാണ്? AD 1859. പക്ഷിപാതാളം ഏത് ജില്ലയിലാണ്? വയനാട്. കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് ഡിസംബർ, ജനുവരി മാസങ്ങളിലാണ്. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശമാണ് ചിന്നാർ. പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥനാണ് സെക്രട്ടറി ജനറൽ. കേരളത്തിന്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്ററാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തുള്ള കോർപ്പറേഷനാണ് കണ്ണൂർ. കേരളത്തിന്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്ററാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥനാണ് സെക്രട്ടറി ജനറൽ. കേരളത്തിന്റെ വിസ്തീർണം 38,863. കേരളത്തിന്റെ വടക്കേറ്റത്തുള്ള കോർപ്പറേഷനാണ് കണ്ണൂർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? രാഷ്ട്രപതിക്ക്. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നതെന്ന് 1993 സെപ്റ്റംബർ 28. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലയിൽ വന്നത് 1993 സെപ്റ്റംബർ 28. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതി. സ്വത്തവകാശം ഇപ്പോൾ എന്ത് അവകാശമാണ്? നിയമാവകാശം. അസ്പൃശ്യത അല്ലെങ്കിൽ അൺടച്ചബിലിറ്റി നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. ഏത് അനുച്ഛേദം പ്രകാരം ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയിലാണ് രാഷ്ട്രപതിക്ക് മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യാനുള്ളത്? അനുച്ഛേദം 352. ഏത് അനുച്ഛേദം പ്രകാരം ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയിലാണ് രാഷ്ട്രപതിക്ക് മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത്? അനുച്ഛേദം 352. സ്വത്തവകാശം ഇപ്പോൾ നിയമാവകാശമാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ആദ്യ മലയാളിയാണ് കെ ആർ നാരായണൻ. ഉപരാഷ്ട്രപതിയായതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? പാർട്ട് 3. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ്. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യാനുള്ള അധികാരമുള്ളത് രാഷ്ട്രപതിക്ക്. മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? പാർട്ട് 3. ഉപരാഷ്ട്രപതിയായതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യ മലയാളിയാണ് കെ ആർ നാരായണൻ. വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ജവഹർലാൽ നെഹ്റു. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. നീൽദർപ്പൺ രചിച്ചത് ദീനബന്ധു മിത്ര. നീൽദർപ്പൺ രചിച്ചത് ദീനബന്ധു മിത്ര. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ജവഹർലാൽ നെഹ്റു. അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആരാണ്? പോർച്ചുഗീസുകാർ. 1857 കലാപം അറിയപ്പെടുന്നത് ഷിപായി ലഹള എന്ന പേരിലാണ്. കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. കൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ്. 1857 കലാപം അറിയപ്പെടുന്നത് ഷിപായി ലഹള എന്ന പേരിലാണ്. അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആര്? പോർച്ചുഗീസുകാർ. വിദേശ ശക്തിയാണ് പോർച്ചുഗീസുകാർ.
ഇന്ത്യയിലെ ഉഷ്ണകാലം ഏത്? മാർച്ച് മെയ്. ഇന്ത്യയിലെ ഉഷ്ണകാലമാണ് മാർച്ച് മെയ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനമേത്? എക്കൽ മണ്ണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനമേത്? എക്കൽ മണ്ണ്. പോയിന്റ് കലൈമർ പക്ഷിസങ്കേതം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. പോയിന്റ് കലൈമർ പക്ഷിസങ്കേതം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. പോയിന്റ് കലൈമർ പക്ഷിസങ്കേതം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനമാണ് എക്കൽ മണ്ണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്കുപർവ്വതമാണ് ആരവല്ലി. ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏത്? ആനമുടി. ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശമാണ് വൃഷ്ടിപ്രദേശം. ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശമാണ് വൃഷ്ടിപ്രദേശം. ജഹാംഗീറിന്റെയും നൂർജഹാന്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് രവി. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്കുപർവ്വതമാണ് ആരവല്ലി. ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏത്? ആനമുടി. ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശമാണ് വൃഷ്ടിപ്രദേശം. ജഹാംഗീറിന്റെയും നൂർജഹാന്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് രവി. എല്ലാവർക്കും ടോപ്പ് 20 PSCയുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.